നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വളരെയേറെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നുള്ളത്. ചില കർമ്മങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ജീവിതത്തിൽ കൈവരിക്കുവാൻ വളരെയേറെ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്കൽ തന്നെ ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ കുടുംബത്ത് ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും നിലനിർത്തുന്ന പല പൊടിക്കൈകളുണ്ട്. അതിലെ ചെറിയൊരു കർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഒരു കർമ്മം നിങ്ങളുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. നമ്മളുടെ കുടുംബത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അകന്ന് നമുക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്ന് നല്ല രീതിയിലുള്ള ധനലാഭങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഈ ഒരു കർമ്മം ചെയ്യുന്നതോടുകൂടി തന്നെ സഹായിക്കുന്നതായിരിക്കും. ഏത് തന്നെയായാലും ഇനി മുതൽ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതായിരിക്കും. അന്നേ ദിവസം ഈ പൂജയിൽ ഉൾപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. വൈകുന്നേരത്ത് നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ സർവേശ്വരൻ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ മനസ്സിലെ സകല വിഷമങ്ങളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. എന്തു തന്നെയായാലും ആ ഒരു കർമ്മം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്. ഉറപ്പായും വളരെയേറെ ഈശ്വര വിശ്വാസത്തോടു കൂടിയും വളരെയേറെ ഭക്തിയോടു കൂടിയും വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ഉറപ്പായും ഈ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉറപ്പായും ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും വന്നു ചേരുവാൻ വളരെ ഗുണകരമായിട്ടൊരു കർമ്മമാണ്. ഈ ഒരു കർമ്മം വളരെ ലളിതവും വളരെ എളുപ്പവുമായി ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാം. വലിയ പൈസ ചിലവില്ലാതെ ഏതൊരു സാധാരണക്കാരനും അവൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ദിവസങ്ങളോ പ്രത്യേകിച്ച് സമയങ്ങളോ ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കർമ്മം പൂർണ്ണ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പായി തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പായി തന്നെ പറയാനുള്ള കാര്യം, ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള റിസൾട്ട് അതിലൂടെ വരുന്നതായിരിക്കും. മറിച്ചാണെങ്കിൽ വിപരീതമായിട്ടുള്ള ഫലം ജീവിതത്തിൽ സിദ്ധിക്കുവാനുമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും അർപ്പണ മനോഭാവത്തോടു കൂടിയും ഭക്തിയോടു കൂടിയും വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത് ഇതേ കണക്ക് ചെറിയൊരു വാഴയില എടുക്കാം. തൂഷണില ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ തുമ്പല എന്നുണ്ടെങ്കിൽ വാഴയിലയുടെ പാതി ഭാഗമായാലും എടുത്താൽ മതി. അപ്പം ഇതേ കണക്ക് ഒരു വാഴയില നമ്മൾ എടുക്കുക. അതിനുശേഷം ഇത് കെട്ടാനായിട്ട് ഇതേ കണക്കൊരു വാഴയുടെ വള്ളി നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ 7 നാണയങ്ങൾ, ആ നാണയങ്ങൾ ഏത് നാണയങ്ങൾ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതായിരിക്കാം. 1-ൻ്റെയോ 2-ൻ്റെയോ അല്ലെങ്കിൽ 10-ൻ്റെയോ 20-ൻ്റെയോ ഒക്കെ നാണയങ്ങൾ നമുക്ക് ഇതിനായി തിരഞ്ഞെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് നാണയങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ 7 നാണയങ്ങൾ തീർച്ചയായും എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതിനു മുമ്പായി തന്നെ ഈ പൈസ നമ്മൾ കഴുകി വൃത്തിയാക്കുക. അതേപോലെ തന്നെ നമ്മളുടെ എടുത്ത വാഴയില കഴുകി വൃത്തിയാക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഈ നാരും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ മുതിരേണ്ടത്. ഉറപ്പായും ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പായി തന്നെ നിങ്ങളുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം തന്നെ തിരിച്ചറിയുക. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കാരണങ്ങൾ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതായിരിക്കും. അതായത് തൊഴിലില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം.
നേരെ മറിച്ച് നിങ്ങൾക്ക് തൊഴിലുണ്ട്, നിങ്ങൾക്ക് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതായത് രോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരുപാട് വരുമാനമുണ്ട് പക്ഷേ വരവിൽ കൂടുതൽ കടങ്ങൾ നമുക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മിച്ചങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കടങ്ങൾ ഇളകുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്താണോ നിങ്ങളുടെ ആവശ്യം, എന്താണ് മാറിക്കിട്ടേണ്ടത്, സാമ്പത്തികം ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ സാമ്പത്തികം എങ്ങനെയാണ് വരേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ വന്ന് ചേരേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ആ വഴി. അപ്പം ആ വഴി നിങ്ങൾക്ക് തെളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കർമ്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ നിലവിലെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. തൊഴിലില്ലായ്മ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ തൊഴിലില്ലായ്മയെക്കുറിച്ചായിരിക്കണം നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ വെക്കേണ്ടത്, നിങ്ങളുടെ ആവശ്യമായിട്ട് വെക്കേണ്ടത്. നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്നതിന് വേണ്ടി, നിങ്ങളുടെ കടബാധ്യത ഇളകി നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയാണെന്നുണ്ടെങ്കിൽ അതാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഭാഗ്യമാണ് വേണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമായിരിക്കണം നിങ്ങൾ ഇവിടെ സമർപ്പിച്ച് വെക്കേണ്ടത്. അതിനു മുമ്പായി തന്നെ നമ്മൾ ഇവിടെ ഈ ഓരോ രൂപയും ഈ നാണയങ്ങൾ ഇതേപോലെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ നാണയം നമ്മുടെ ഇരു കൈകളിലും എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് കൈയും കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുക. ഓം ഗം ഗണപതായ നമഃ, ഓം ഗം ഗണപതായ നമഃ, ഓം ഗം ഗണപതായ നമഃ. അങ്ങനെ 7 പ്രാവശ്യം നിങ്ങൾ ഉരുവിടുക. അതിനുശേഷം ഈ നാണയങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം ഒഴിയുക. ആ സമയം ഓം ഗം ഗണപതായ നമഃ, ഓം ഗം ഗണപതായ നമഃ, ഓം ഗം ഗണപതായ നമഃ എന്ന് 7 പ്രാവശ്യം നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഒഴിയുക. തലയ്ക്ക് ചുറ്റും ഒഴിയുമ്പോൾ നിങ്ങളുടെ എന്താണോ അവസ്ഥ, തൊഴിലാണെങ്കിൽ തൊഴിൽ, സാമ്പത്തിക നേട്ടങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ കടബാധ്യതകൾ മാറാനാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഈ ഓം ഗം ഗണപതായ നമഃ എന്നുള്ള മന്ത്രം ജപിക്കേണ്ടത്. അത് നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. അതേപോലെ ഇവിടെ കാണുന്ന 7 നാണയങ്ങളും നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം, അതായത് കൈകൂപ്പിക്കൊണ്ട് 7 പ്രാവശ്യം ഓം ഗം ഗണപതായ നമഃ, ഓം ഗം ഗണപതായ നമഃ, ഓം ഗം ഗണപതായ നമഃ എന്ന് പറഞ്ഞ് 7 പ്രാവശ്യം കൈകൂപ്പിക്കൊണ്ടും 7 പ്രാവശ്യം തലയ്ക്ക് ചുറ്റുമായി നിങ്ങൾ ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഇതിലേക്ക് വെക്കുക. അങ്ങനെ ഇവിടെ കാണുന്ന 7 നാണയങ്ങളും ഇപ്രകാരം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം ഓം ഗം ഗണപതായ നമഃ എന്നും പറഞ്ഞുകൊണ്ട് 7 പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ വെക്കാൻ. അങ്ങനെ 7 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇത് പൂർണ്ണമായും അടയ്ക്കുക. അടയ്ക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കടബാധ്യതയെക്കുറിച്ച്, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനെക്കുറിച്ച് വേണം പ്രാർത്ഥിക്കേണ്ടത്. അത് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം വലം കൈകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് മടക്കുക. പിന്നീട് ഇടത് കരം പിടിച്ച് ഇങ്ങനെ മടക്കുക. മടക്കുന്ന സമയവും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തൊഴിലാണ് ആവശ്യമെങ്കിൽ തൊഴിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അത്, എന്താണോ നിങ്ങളുടെ ആവശ്യം അത് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതിന് ശേഷം തുമ്പലയിൽ നിന്നും ഇങ്ങനെ മടക്കുക. അവസാനമായിട്ട് വേണം കീഴ്ഭാഗത്ത് നിന്നും നമ്മൾ ഇങ്ങനെ മടക്കേണ്ടത്. ഇങ്ങനെ മടക്കി ഇതിനെ കെട്ടി മുറുക്കുക. കെട്ടി മുറുക്കുന്ന സമയം ഇങ്ങനെ ഒരു തള്ളവിരലെടുത്ത് ഇതിന് പുറത്തായി ഇങ്ങനെ വെച്ചതിന് ശേഷം ഓം ഗം ഗണപതായ നമഃ എന്ന് പറഞ്ഞു തീരുമ്പോൾ ഇതിവിടെ വന്ന് ഇതിലേക്ക് വെക്കുക. അതിനുശേഷം വീണ്ടും ഓം ഗം ഗണപതായ നമഃ എന്നതിന് ശേഷം നിങ്ങൾ രണ്ടാമത്തെ മന്ത്രം ചൊല്ലുക. അങ്ങനെ 7 പ്രാവശ്യം ഇതേപോലെ ഈ മന്ത്രം ഇങ്ങനെ ജപിക്കുക. ഇങ്ങനെ ജപിച്ച് ഇതേപോലെ ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചിട്ട് വീണ്ടും ഓം ഗം ഗണപതായ നമഃ, വീണ്ടും ഓം ഗം ഗണപതായ നമഃ, വീണ്ടും ഇങ്ങനെ 7 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് ഇതിനെ മുറുക്കി കെട്ടുക. 7 പ്രാവശ്യം ഈ മന്ത്രങ്ങൾ പറഞ്ഞ് തീർത്ത് ഇങ്ങനെ കെട്ടിവെക്കുക. ഇങ്ങനെ കെട്ടിയതിന് ശേഷം നിങ്ങൾ ഇത് ഒരിക്കലും തറയിൽ വെക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ കൈകളിൽ വെച്ച് നേരെ നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ദിക്കിലായി കുഴിയെടുത്ത് ഇതിനെ അവിടെ സ്ഥാപിക്കുക. നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് വേണം ഇതിനെ മറവ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പം കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് മറവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇതെന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു ചട്ടിയിലാക്കിയിട്ട് മണ്ണ് നിറച്ചിട്ട് ഇതിനെ അത് മൂടിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് കൊണ്ടുവെക്കാം.
വെക്കുമ്പോൾ വീടിനകത്ത് വെക്കാൻ പാടില്ല, വീടിന് പുറത്ത് വേണം വെക്കേണ്ടത്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ ആ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ മൂല ആ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാവുന്നതാണ്. സ്ഥാപിച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ സകല ബുദ്ധിമുട്ടുകളും മാറുന്നതായിരിക്കും. നിങ്ങൾക്ക് വഴി തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിഘ്നങ്ങളും വിഘ്നേശ്വര ഭഗവാൻ മാറ്റിത്തന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും ധനലാഭങ്ങളും ആ കുടുംബത്ത് വന്നു ചേരുവാൻ സഹായിക്കുന്നതായിരിക്കും. ഉറപ്പായും വളരെയേറെ വിശ്വാസത്തോടു കൂടി ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുക. ഉറപ്പായും വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും.